വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. ഹെലിപാഡിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അല്പസമയത്തിനകം വാഹന റാലിയുടെ കൽപ്പറ്റയിലെത്തും. കൽപ്പറ്റയിൽ വരണാധികാരിക്ക് മുൻപാകെ 12 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും രാഹുൽ ഗാന്ധി സ്വീകരിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു. ഒപ്പം എത്തി രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്. ചുറ്റുമുള്ള ആളുകളും സംസാരിക്കാൻ വേണ്ടി പറയുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധി ഹെലിപ്പാഡിന് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ അടുത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ടി. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം റോഡ് ഷോയായി കൽപ്പറ്റയിലെ കളക്ടറേറ്റിലെത്തും. വരണാധികാരിയായ കളക്ടർക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, വലിയ ആവേശത്തോടുകൂടി രാഹുൽ ഗാന്ധി ഹെലിപ്പാഡിൽ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടത്. ഇതേ ആവേശം ഒരുപക്ഷെ ഒരേ ദിവസം തന്നെ പത്രികാ സമർപ്പണം വയ്ക്കുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട്. രണ്ട് മുന്നണികൾ ഒരേ സമയത്ത് ഒപ്പത്തിനൊപ്പം നിന്ന് പ്രചരണം വയനാട്ടിൽ നടത്തുന്നതിൻ്റെ കാഴ്ചകൾ നമുക്ക് കലക്ട്രേറ്റിലേക്ക് അല്പസമയത്തിനകം ആനി രാജയുടെ റോഡ് ഷോ എത്തും. തൊട്ടു പുറകെ തന്നെ വലിയ റോഡ് ഷോ ആയി രാഹുൽ ഗാന്ധി എത്തുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധി, ഒപ്പം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും കെ.സി. വേണുഗോപാൽ, ദീപ മുൻഷിദാസ്, മിക്കവാറും എല്ലാവരും, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, എം.എം.എസ്.എൻ തുടങ്ങിയ എല്ലാ നേതാക്കളും അനുഗമിച്ചുകൊണ്ട് എത്തുന്നു. കൃത്യമായി ദേശീയ ശ്രദ്ധയിൽ ഒരു മണ്ഡലത്തെ മാറ്റുക, അതിലൂടെ കൃത്യമായ രാഷ്ട്രീയം പറയുക, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ, കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി റാലിയിൽ കണ്ട രാഷ്ട്രീയം, അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ, മോഡിക്കെതിരെ നടക്കുന്ന പ്രചരണമാണ്. ആ പ്രചരണത്തിന്റെ തനിയാവർത്തനം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയിലൂടെ ഇവിടെ കാണിക്കുക തന്നെയാണ് ലക്ഷ്യമിടുന്നത് UDF. അതുകൊണ്ട് തന്നെ ഈ തവണ പ്രചരണത്തിന് ആ രീതിയിലുള്ള ഒരു ആസൂത്രണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്നാൽ അതേ ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷി CPIയുടെ നേതാവ് മത്സരിക്കുമ്പോൾ അവരും ഇതേ രാഷ്ട്രീയം മോഡിക്കെതിരെ പറയുന്നു. പക്ഷേ ഒപ്പമല്ല മത്സരം, രണ്ടുപേരായാണ് മത്സരിക്കുന്നത്, രണ്ട് മുന്നണിയായാണ് മത്സരിക്കുന്നത്. ഈ രാഷ്ട്രീയ വൈരുദ്ധ്യം അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പോരാട്ടം മോഡിക്കെതിരെ രണ്ടുപേരും തുറക്കുന്നത് എന്ന വിചിത്രമായ രാഷ്ട്രീയവും വയനാടിന് പറയാനുണ്ട്. വയനാട് ദേശീയ ശ്രദ്ധയിൽ മത്സരത്തിൽ എത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അതേ ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു പ്രധാന വനിതാ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്ന രാഷ്ട്രീയം കൂടി വയനാട് പറയുന്നു. ഏതായാലും അല്പസമയത്തിനകം ആദ്യം ആനി രാജ ഇവിടെ എത്തും. തൊട്ടുപുറകെ തന്നെ രാഹുൽ ഗാന്ധി. വലിയ രീതിയിൽ പ്രവർത്തകർ, രണ്ട് മുന്നണിയുടെ പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. വേണു, ശരി. സുർജിത്ത് അയ്യപ്പത്തും ചേരുന്നു കൽപ്പറ്റയിൽ നിന്ന്. സുർജിത്ത്, എവിടെ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തുടങ്ങുക? എന്തൊക്കെയാണ് അതിന്റെ ഒരുക്കങ്ങൾ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തും. നേരത്തെ ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് തലക്കൽ ഗ്രൗണ്ടിൽ, മുപ്പൈനാട് പഞ്ചായത്തിലെ തലക്കൽ ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി ഇറങ്ങിയത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് കടന്നു വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ഇവിടെ തുറന്ന വാഹനത്തിലാണ് ഈ റോഡ് ഷോയുടെ അകമ്പടിയിൽ ഇവിടെ നിന്നും നേരെ കളക്ടറേറ്റിലേക്ക് പോവുക. ഈ റോഡ് ഷോയിൽ AICC ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കനയ്യകുമാർ പങ്കെടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, KPCC ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള എം.എം.എസ്.എൻ, മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, അബ്ബാസ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള UDFന്റെ സമന്വിത നേതാക്കളെല്ലാം തന്നെ ഈ യാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തകർ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. വലിയ രീതിയിലുള്ള ആരവത്തോടുകൂടി, ആഘോഷത്തോടുകൂടി, ആവേശത്തോടുകൂടി ഈ റോഡ് ഷോ നടത്തിയ ശേഷമാകും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജനാണ് രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിക്കുന്നത്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ, തിരുവമ്പാടി തുടങ്ങിയ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാകും ഈ യാത്ര ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ ഈ യാത്ര തുടങ്ങുന്നതാണ്. ഇന്ത്യ മുന്നണിയുടെ 2 സമന്വിത നേതാക്കൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ എതിരാളിയായി ആനി രാജ മത്സരിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രന്റെ മത്സര സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് വയനാട് മണ്ഡലം. സ്വാഭാവികമായും ദേശീയ തലത്തിൽ പോലും
വലിയ ശ്രദ്ധ കിട്ടുന്ന തരത്തിലേക്ക് ഈ വയനാട് മണ്ഡലം വീണ്ടും മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ തുറന്ന വാഹനത്തിൽ കയറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും യാത്ര തിരിക്കും. ഏതാണ്ട് ഒരു 10-15 മിനിറ്റിനകം തന്നെ കളക്ടറേറ്റിൽ എത്തിച്ചേരും. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് കളക്ടറേറ്റ്. അവിടെ എത്തിച്ചേർന്ന ശേഷമാകും നോമിനേഷൻ നൽകുക. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ജില്ലയിലെ മാത്രമല്ല മറ്റ് ജില്ലകളിലെ UDFന്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊപ്പമാകും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും കന്നയ്യകുമാറും എത്തിച്ചേരുക. കന്നയ്യകുമാർ നേരത്തെ AISFന്റെ നേതാവായിരുന്നു, CPIയുടെ ബീഹാറിലെ നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസിലേക്ക് മാറിയ ശേഷം CPI സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആനി രാജയ്ക്കെതിരെ പ്രചാരണത്തിനെത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ നേരത്തെ JNUവിലെ യൂണിയൻ പ്രസിഡന്റ് കൂടിയായിരുന്നു കന്നയ്യകുമാർ. ആ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ആളാണ് കന്നയ്യകുമാർ. അദ്ദേഹം അതിനുശേഷം ഈ ആനി രാജയ്ക്കെതിരെ പ്രചാരണ രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ നേതാക്കളുടെ നിര തന്നെ ഇവിടെ കേന്ദ്രീകരിക്കുന്നു. അവരെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായി സംബന്ധിക്കും. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ സാന്നിധ്യമില്ലെങ്കിലും UDF പ്രചാരണ പ്രവർത്തനങ്ങളിലേറെ മുന്നോട്ട് പോയിരുന്നു. നിയോജക മണ്ഡലം തലത്തിൽ കൺവെൻഷനുകൾ ആദ്യം വിളിച്ചു ചേർത്തു. ആദ്യം പാർലമെന്റ് കൺവെൻഷൻ വിളിച്ചു ചേർത്തു. അതിനുശേഷം നിയോജക മണ്ഡലം തലത്തിൽ കൺവെൻഷനിൽ വിളിച്ചു ചേർത്തു. പിന്നീട് പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലങ്ങളിലും പ്രവർത്തനങ്ങൾ സജ്ജമാക്കി. സ്ക്വാഡ് പ്രവർത്തനമടക്കം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഇവിടെ നടന്നു വരികയാണ്. അതേസമയം CPIയുടെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥി നേരിട്ട് കഴിഞ്ഞ മാസം 1-ാം തീയതി മുതൽ ഈ ജില്ലയിലുണ്ട്. ഇവിടെ വിരുദ്ധ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ശക്തമായ രീതിയിലുള്ള മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മത്സര സാന്നിധ്യമുള്ളത്. എന്നും UDFനെ തുണച്ച മണ്ഡലമാണ്, എന്നും UDFനൊപ്പം നിന്ന മണ്ഡലമാണ് വയനാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് 2009 കാലം മുതൽ തന്നെ ഇവിടെ വിജയിക്കുന്നത് UDFന്റെ സ്ഥാനാർത്ഥികളാണ്. MI ഷാനവാസിന് അവസരം നൽകിയ, MI ഷാനവാസിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മണ്ഡലം കൂടിയാണ് ഇത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് 2009 കോഴിക്കോടിന്റെയും അതോടൊപ്പം കണ്ണൂരിന്റെയും വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മഞ്ചേരി മണ്ഡലത്തിന്റെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വയനാട് മണ്ഡലം രൂപം കൊള്ളുന്നത്. 2009 MI ഷാനവാസിന് 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച മണ്ഡലമാണിത്. ഇതിനുശേഷം 2014 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ള ദൗത്യം നടപ്പിലാക്കി. അത് CPIയുടെ സത്യൻ മൊകേരിയാണ് മത്സരിച്ചത്. വളരെ ഇഞ്ചോടിഞ്ച് മത്സരത്തിൽ 2014 ഷാനവാസ് ജയിച്ചത് 20,000 വോട്ടുകൾക്കാണ്, 20,870 വോട്ടുകൾക്കാണ്. 2019 രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട് നൽകുന്നു. 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ്. CPIയുടെ PP സുനീർ ആയിരുന്നു പ്രധാനപ്പെട്ട എതിരാളി. 2,74,000 വോട്ടുകൾ മാത്രമാണ് PP സുനീറിന് നേടാനായത്. രാഹുൽ ഗാന്ധിക്കാകട്ടെ അത് 7,06,000 വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് വയനാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകി. BDJSന്റെ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി ദുർബലനായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വെറും 78,000 വോട്ടുകളാണ്. അതായത് കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകൾ പോലും സമാഹരിക്കാൻ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വീണ്ടും മത്സരം വരുന്നു. വീണ്ടും ഈ മത്സരത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വീണ്ടും ഉണ്ടാകുന്നു. അത് ഇന്ത്യ മുന്നണിയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ അവർ ഇവിടെ പരസ്പരം മാറ്റുരയ്ക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 7 നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ്, 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വയനാട് മണ്ഡലം. അതിൽ വയനാട്ടിൽ നിന്നുള്ള കൽപ്പറ്റയും ബത്തേരിയും അതോടൊപ്പം മാനന്തവാടിയും ഉൾപ്പെടും. അത് വണ്ടൂരും ഏറനാടും നിലമ്പൂരും മലപ്പുറത്തിന്റെ ഭാഗമാണ്. തിരുവമ്പാടി മണ്ഡലം കോഴിക്കോടിന്റെ ഭാഗമാണ്. ഈ നിലയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും UDFന് മേൽക്കൈയുണ്ട്. അതിൽ കൽപ്പറ്റയും ബത്തേരിയും വണ്ടൂരും ഏറനാടും വരുന്ന മണ്ഡലങ്ങൾ UDFനെ തുണച്ച മണ്ഡലങ്ങളാണ്. അതിൽ UDF എന്നും വിജയിച്ച മണ്ഡലം ആണ് വണ്ടൂരും ഏറനാടും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. LDFനെ തുണച്ചത് മാനന്തവാടിയും നിലമ്പൂരും തിരുവമ്പാടിയുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എന്തായാലും അത്തരത്തിൽ ശക്തമായ രീതിയിൽ രാഷ്ട്രീയ മത്സരം എപ്പോഴും ആദ്യഘട്ടത്തിൽ പ്രചാരണ പ്രവർത്തനത്തിൽ ഏറെ മുന്നോട്ട് പോയ ആനി രാജ പറയാറുള്ളത് ഇത് രാഷ്ട്രീയ മത്സരമാണ്, വിജയ സാധ്യത ആർക്കൊപ്പം എന്ന് പ്രവചനാതീതമാണ്, പ്രവചനത്തിന് അപ്പുറത്തുള്ള കാര്യമാണ് എന്നുള്ളത് അവർ പറയാറുണ്ട്. എന്തായാലും ആ ആത്മവിശ്വാസം LDFനെ സംബന്ധിച്ചുണ്ട്. ഇവരെ സംബന്ധിച്ച് അതായത് UDFനെ സംബന്ധിച്ച് അവർക്ക് എന്നും അവർക്കൊപ്പം നിന്ന മണ്ഡലം എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അളവ് ഏറെ ഉയരങ്ങളിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇക്കുറി K സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു BJP. K സുരേന്ദ്രൻ എന്ന് പറയുന്നത്
നേരത്തെ BJP-ക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ദുർബലനായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പഴികൾ, ഇതെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വം പല ഘട്ടങ്ങളിലും കേൾക്കുന്ന സ്ഥിതിയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ വാശിയേറിയ മത്സരം തന്നെ സംഘടിപ്പിക്കണം എന്നുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി കെ സുരേന്ദ്രനെ വയനാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കെ സുരേന്ദ്രന്റെ മത്സര സാന്നിധ്യം കൊണ്ട് തന്നെ ഈ മത്സരം ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും, വോട്ടുകളുടെ പാറ്റേൺ പരിശോധിക്കുമ്പോൾ ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വാശിയേറിയ മത്സരത്തിന് ഇക്കുറി വയനാട് സാക്ഷിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ 5 ലക്ഷം വോട്ടുകൾ, അതായത് കഴിഞ്ഞ തവണ 4 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകും രാഹുൽ ഗാന്ധിക്ക് എന്നുള്ളതാണ് UDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ LDF-ഉം അതേ അളവിൽ ആത്മവിശ്വാസത്തിലാണ്. നിസ്സാര വോട്ടിനെങ്കിലും, അതായത് വലിയ മാർജിനിലെങ്കിലും തങ്ങൾ ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷം പങ്കുവെക്കുന്നു. BJP പറയുന്നത് ഇത്തവണ അമേഠി ആവർത്തിക്കും എന്നുള്ളതാണ്. അമേഠിയിൽ സ്മൃതി ഇറാനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എങ്ങനെ തോൽപ്പിച്ചോ അതുപോലെ രാഹുൽ ഗാന്ധി പരാജയപ്പെടും. ഇവിടെ മത്സരം രാഹുൽ ഗാന്ധിയും കെ സുരേന്ദ്രനും തമ്മിലാണ് എന്നുള്ളതും BJP നേതാക്കൾ അവകാശപ്പെടുന്നു. LDF അപ്രസക്തമാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ഇതൊരു രാഷ്ട്രീയ മത്സരമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആര് ജയിക്കും എന്നുള്ളത് പ്രവചനങ്ങൾക്കപ്പുറത്ത് അത് ജനങ്ങൾക്ക് വിടുന്നു, ജനവിധിക്ക് വിടുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിച്ചേരും. റോഡ് ഒരു ജനസാഗരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെ കാണാൻ കഴിയുന്നു. നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു നീണ്ട നിര തന്നെ, അതായത് ചിട്ടയായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് UDF പ്രവർത്തകർ. എല്ലാ തരത്തിലും ബൂത്ത് തലങ്ങളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയില്ലെങ്കിലും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനങ്ങളടക്കം നടന്ന് വരികയാണ്. ബലൂണുകൾ, വാദ്യഘോഷങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡുകൾ, അതെല്ലാം പിടിച്ചുകൊണ്ട് വലിയ ആഘോഷത്തോടുകൂടി, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയാകും ഈ ഘോഷയാത്ര മുന്നോട്ട് പോവുക. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് റോഡ് മാർഗം എത്തിച്ചേരും. അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുകയാണ് ആളുകൾ. 12 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക കൊടുക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മാത്രം യാത്ര ഉള്ള സ്ഥലമാണ് ഇത്. അതായത് പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഈ ഘോഷയാത്രയോടുകൂടി, റോഡ് ഷോയോടുകൂടിയാണ് നേരെ കളക്ടറേറ്റിലേക്ക് എത്തുക. കളക്ടറേറ്റിലേക്ക് എത്തിയ ശേഷം ഇവിടെ നിന്നുമാണ് പ്രചാരണം. അതായത് ഇവിടുത്തെ മാസ് ക്യാമ്പയിന്റെ തുടക്കം, കേരളത്തിലെ മാസ് ക്യാമ്പയിന്റെ തുടക്കം ആയി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ UDF കാണുന്നത്. എല്ലാവരും, അതായത് UDF-ന്റെ ഉന്നതരായ നേതാക്കളെല്ലാം തന്നെ ഈ ഘോഷയാത്രയുടെ ഭാഗമാകും. ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകും എന്നുള്ളതാണ് UDF-ന്റെ അവകാശവാദം. ശരി, സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് തുടങ്ങും.